പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ദൈവഭക്തനായ മനുഷ്യൻ, ഒരു ആത്മീയനായ മനുഷ്യൻ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ടിയ ഒരു കാര്യമാണ്, ഒരിക്കൽ പോലും തൻ്റെ ആത്മീയത്തിൻ്റെ ഗ്രാഫ് താഴേക്ക് പോകുവാനോ അത് നേർരേഖയിൽ തന്നെ തുടരുവാനോ അനുവദിക്കരുത് എന്നുള്ളത്. പിന്നെയോ ഓരോ ദിവസവും തൻ്റെ ആത്മീയത്തിൻ്റെ ലെവൽ അത് വർദ്ധിച്ച് വരിക തന്നെ വേണം. അവൻ്റെ ആത്മീയത്തിൻ്റെ ലെവൽ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതായിരിക്കണം, മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നതായിരിക്കണം. കൃപയിൽ നിന്ന് കൃപയിലേക്ക് കയറുന്ന വിധത്തിൽ ഓരോ ദിവസവും തൻ്റെ ആത്മീയത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഓരോ ദൈവഭക്തനും ശ്രദ്ധിച്ചിരിക്കേണ്ടിയ ഒരു കാര്യമാണ്. കാരണം ഏത് സമയത്തും ഒരു ആത്മീയനെ തള്ളിയിടുവാൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്ന പിശാച് വേദപുസ്തകത്തിൽ ഇങ്ങനെ നാം കാണുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നാം മനസ്സിലാക്കുന്നു, പിശാചിന് ഒരു കാര്യം ബോധ്യമാണ്, തനിക്കിനി അല്പകാലം മാത്രമേ ബാക്കിയുള്ളൂ എന്നറിഞ്ഞുകൊണ്ട് തനിക്ക് കഴിയുന്നിടത്തോളം താൻ ശക്തമായി ഈ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനത്തിൽ വായിക്കുന്നു, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ തിരിഞ്ഞ് ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുന്ന, ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം നമ്മെ തന്നെ ശ്രദ്ധിക്കുക. ഒരിക്കലും പിശാചിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഇടം കൊടുക്കാത്ത വിധത്തിൽ നമ്മുടെ ആത്മീയത്തെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറക്കുന്ന കഴുകന് തുല്യമായി നാം ഉയർത്തിക്കൊണ്ടേയിരിക്കുക. അല്ലാത്ത പക്ഷം ഏത് സമയത്തും നമ്മെ തന്നെ തകർത്ത് കളയുവാൻ പിശാച് തൻ്റെ പദ്ധതികൾ നമുക്ക് വിരോധമായി ഒരുക്കുവാനായിട്ട് സാധ്യതയുണ്ട്. വേദപുസ്തകം നമ്മളെ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കണ്ട് പഠിക്കുവാനായിട്ട് കഴിയും. 1 രാജാക്കന്മാർ 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, ശലോമോൻ രാജാവ് ഫറവോൻ്റെ മകളെ കൂടാതെ മോവാബ്യർ, അമോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരത്തികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. ശലോമോൻ എന്നുള്ള ലോകപ്രശസ്തനായിട്ടുള്ള രാജാവ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശലോമോൻ രാജാവിൻ്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഒരുമിച്ച് ധ്യാനിച്ച് പഠിച്ചു വരികയായിരുന്നു. വേഗത്തിൽ ഈ 11-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഇതാ ശലോമോൻ രാജാവിൻ്റെ ജീവിതത്തിൻ്റെ പതനത്തിന് ഒരു തുടക്കം കുറിക്കുന്ന ഒരു സംഭവമാണ് നാം വായിക്കുന്നത്. അവിടെ നാം കണ്ടത് ഇപ്രകാരമാണ്, ഫറവോൻ രാജാവ് അന്യജാതിക്കാരികളായ സ്ത്രീകളെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങി. തൻ്റെ പതനത്തിൻ്റെ ആരംഭം താൻ ലോകത്തിലേക്ക് തൻ്റെ സ്നേഹത്തെ വച്ചു, ലോകത്തിലേക്ക് തൻ്റെ ഫോക്കസിനെ മാറ്റി. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 3 മുതലുള്ള വചനങ്ങളിൽ നിന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുമിച്ച് ധ്യാനിച്ചതാണ്. ശലോമോൻ എല്ലാറ്റേക്കാളും ദൈവത്തെ സ്നേഹിച്ചു. ശലോമോൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ ചട്ടങ്ങളിൽ നടന്നു എന്ന് പറഞ്ഞാൽ ശലോമോൻ രാജാവ് തൻ്റെ പിതാവായ ദാവീദിന് ദൈവം നൽകിയ ചട്ടങ്ങളിൽ തന്നെ ശലോമോനും നടന്നു. താൻ ദൈവത്തെ ആരാധിക്കുന്ന അത്ഭുതകരമായ കാഴ്ചകൾ 1 രാജാക്കന്മാർ 3-ാം അധ്യായത്തിൽ നിന്ന് നാം ഒരുമിച്ച് ധ്യാനിച്ചതാണ്. എന്നാൽ ഇവിടെ വരുമ്പോൾ ഇതാ ശലോമോൻ രാജാവ് ദൈവത്തെ സ്നേഹിക്കുന്ന തൻ്റെ ഹൃദയത്തെ, ദൈവത്തെ സ്നേഹിക്കേണ്ടിയ തൻ്റെ ഹൃദയത്തെ അത് ലോകത്തിലേക്ക് വച്ച് നീട്ടുകയാണ്. ലോകത്തിൽ അന്യജാതിക്കാരത്തികളായ സ്ത്രീകളെ ശലോമോൻ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങി. ദൈവം ഇതിനു മുമ്പ് തന്നെ ശലോമോനോട് ഓർപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും ഇത് സംഭവിക്കരുത്. കാരണം അന്യജാതിക്കാരത്തികളായ സ്ത്രീകൾ തൻ്റെ ഹൃദയത്തെ വശീകരിക്കുകയും ദൈവസ്നേഹത്തിൽ നിന്ന് തന്നെ മാറ്റിക്കളയുകയും ദൈവത്തിന് കൊടുക്കേണ്ടിയ സ്നേഹം ആ സ്ത്രീകൾക്കും അതുപോലെ മറ്റുള്ള ആ സ്ത്രീകൾ ഭജിക്കുന്ന വിഗ്രഹങ്ങൾക്കും അന്യദേവന്മാർക്കുമായി പകത്ത് നൽകേണ്ടതായിട്ട് വരുമെന്ന് ദൈവം ഒരിക്കൽ കൂടെ ശലോമോനെ ഓർപ്പിക്കുന്നുണ്ട്. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ ശലോമോൻ തനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ തൻ്റെ ഹൃദയത്തെ ദൈവസ്നേഹത്തിൽ നിന്ന് മാറ്റിക്കളയുകയാണ്. തുടർന്ന് എന്താണ് സംഭവിച്ചത്? അതിൻ്റെ 4-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, എങ്ങനെയെന്നാൽ ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവൻ്റെ ഹൃദയം അവൻ്റെ അപ്പനായ ദാവീദിൻ്റെ ഹൃദയം പോലെ തൻ്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. തൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ ആത്മീയത്തിൻ്റെ പതനത്തിന് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. എപ്പോൾ തൻ്റെ ഹൃദയം
മറ്റുള്ള സ്ത്രീകൾക്കു വേണ്ടി താൻ പകർന്നു നൽകിയോ, അല്ലെങ്കിൽ മറ്റുള്ള ദേവന്മാരെ ആരാധിക്കുന്ന സ്ത്രീകളിലേക്ക് തൻ്റെ ഹൃദയത്തെ താൻ പകർന്നു നൽകിയോ? അപ്പോൾ സംഭവിച്ചത്, ആ സ്ത്രീകൾ ശലോമോൻ്റെ ഹൃദയത്തെ വശീകരിക്കുകയും തങ്ങൾ ആരാധിക്കുന്ന ദേവന്മാരെ ആരാധിക്കുവാൻ ശലോമോനെ വലിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. അതോടുകൂടെ ദൈവത്തിൻ്റെ കോപം ശലോമോനുമേൽ ജ്വലിക്കുവാനായിട്ട് തുടങ്ങി. പിന്നത്തേതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, തൻ്റെ ആത്മീയ ജീവിതം മാത്രമല്ല ശോഷിച്ചു പോയത്, പിന്നെയോ താൻ ഭരിച്ചിരുന്ന ഇസ്രയേൽ എന്നുള്ള രാജ്യം മുഴുവനും തകർന്നടിയുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. മാത്രമല്ല, ശലോമോനോട് ദൈവം പറഞ്ഞിരുന്നു, നിനക്ക് വിരോധമായി ഒരു ശത്രുക്കളും എഴുന്നേറ്റ് നിൽക്കുകയില്ല എന്ന് വാഗ്ദത്തം ദൈവം ചെയ്തിരുന്നു. ശലോമോൻ ദൈവത്തെ ആരാധിച്ചിരുന്നപ്പോൾ, ശലോമോൻ ദൈവത്തെ സ്നേഹിച്ചിരുന്നപ്പോൾ, ശലോമോൻ ദൈവത്തെ മാത്രം നോക്കി ഏകാഗ്രചിത്തനായി ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി യാത്ര ചെയ്തിരുന്നപ്പോൾ ദൈവം അങ്ങനെ ഒരു വാഗ്ദത്തം കൊടുത്തിരുന്നുവെങ്കിൽ, പിന്നത്തേതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ആത്മീയത്തിൽ തകർന്നുപോയ ശലോമോന് സകലവും നഷ്ടമാവുകയാണ്. തൻ്റെ രാജ്യം നാനാവിധമായി പോകത്തക്ക അളവിൽ, രണ്ട് ഭാഗങ്ങളായി വേർപിരിയത്തക്ക അളവിൽ തുടർന്നുള്ള കാലഘട്ടത്തിൽ ശലോമോൻ്റെ മകൻ അധികാരത്തിൽ വരുമ്പോൾ അതിനുശേഷം അങ്ങനെ സംഭവിക്കുന്നത് നാം കാണുന്നുണ്ട്. അന്നുവരെ സമാധാനത്തോടെ തുടർന്നിരുന്ന രാജ്യത്തിൽ അസമാധാനം കടന്നു വരുന്നത് നാം കാണുകയാണ്. ആ രാജ്യം തകർന്നടിയുന്ന ഒരു കാഴ്ച നാം അവിടെ കാണുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പിശാചിന് പ്രവർത്തിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോളുകൾ, എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ഡോറുകൾ പിശാചിന് പ്രവർത്തിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് അടയ്ക്കുവാനായിട്ട് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 10-12 വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഒരുപക്ഷെ ആത്മീയത്തിൽ നാം സ്ട്രോങ് ആണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ആ ആത്മീയത്തിൻ്റെ ലെവൽ നാം ഓരോ ദിവസവും വർദ്ധിപ്പിച്ചില്ല എങ്കിൽ, ദൈവസ്നേഹത്തിൽ അധികമായി നാം വർദ്ധിച്ചു വരുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ ചട്ടങ്ങൾ അനുസരിക്കുവാനും അതിൻ പ്രകാരം ജീവിക്കുവാനും നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും നാം ഒരുക്കുന്നില്ല എങ്കിൽ, ദൈവത്തെ ആരാധിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുകയാണ് എങ്കിൽ, ഓർക്കുക, നമ്മുടെ ആത്മീയത്തിൻ്റെ പതനം ഒരുപക്ഷെ അവിടെ ആരംഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ കണ്ണുകൾ എപ്പോഴും സ്വർഗത്തിങ്കലേക്ക് മാത്രം ആയിരിക്കട്ടെ. ആ ദൈവത്തെ മാത്രം സ്നേഹിച്ച്, ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച്, നമ്മുടെ ജീവിതങ്ങളെ വളരെ ശ്രദ്ധയോടെ വചനം ഓർപ്പിക്കുന്നത് പോലെ നിർമ്മതരായും ഉണർന്നിരുന്നും കൊണ്ട് പിശാചിന് ഒരു സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കാതെ മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ശലോമോൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ആ പതനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ ദൈവം തൻ്റെ കൃപയുടെ കരങ്ങൾക്കുള്ളിൽ നമ്മളെ സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ. ഗാഡ് ബ്ലസ് യു.